സമകാലികത്തിൽ നമുക്ക് വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അബ്ദുൽ ജലീൽ വി ആണ്, പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിസിൻ, MES മെഡിക്കൽ കോളേജ്. നമുക്ക് സാറെ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. സാർ, അസ്സലാമു അലൈക്കും. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്, ഡോക്ടർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം പടർന്ന പനിയുമായി ബന്ധപ്പെട്ടാണ്. അതെ അതെ. അപ്പോൾ അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ശ്രോതാക്കൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്. ലൈവായിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്കിലൂടെ അയക്കാം. വളരെ കൃത്യമായിട്ട് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ അത് ഫീഡ്ബാക്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കാവുന്ന സമയം കൂടെയുണ്ട്. ഇൻഷാ അല്ലാ അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഡോക്ടറുമായി പങ്കുവെക്കാം. പിന്നെ നമുക്ക് ഡോക്ടർ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. റേഡിയോയിൽ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ സാധാരണ ജലീൽ ഡോക്ടറോട് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇന്നത്തെ ഡോക്ടർ, അപ്പോൾ ഇന്ന് പടരുന്ന പനിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കൊരു തുടക്കം എന്നുള്ള അർത്ഥത്തിൽ എന്താ നമുക്ക് ശ്രോതാക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇന്ന് ഇവിടെ എന്ത് ടോപ്പിക് ചർച്ച ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഈ ഒരു പനിയെക്കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം, ഇന്ന് നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലുകളിലും ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടക്കുന്നത് പനി കൂടിയുകൊണ്ടാണ്. അപ്പോൾ പനി എന്ന് പറയുമ്പോൾ പനിക്ക് പല രൂപങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കാര്യത്തിനെയും നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയും, നമ്മൾ ശ്രദ്ധിക്കുന്നതിന് ഒരു പരിധി വരെ നമുക്ക് എല്ലാ രോഗത്തെക്കുറിച്ചും തടയാൻ കഴിയും. മാത്രമല്ല, ആൾക്കാർക്ക് എപ്പോഴും പനി വന്നു കഴിയുമ്പോൾ ഭയങ്കര ടെൻഷൻ, ബേജാറാണ്. അപ്പോൾ ഏത് സംഭവം ആയിക്കോട്ടെ, മതപരമായിട്ടുള്ള സംഭവം ആയിക്കോട്ടെ, അല്ലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യമുണ്ട്, യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നതോടെ നമുക്കതിനോടുള്ള കുറേ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ബോധവൽക്കരണമാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം. എന്ത് കാര്യത്തിലായാലും നമ്മൾ ബോധവൽക്കരണം കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ജനങ്ങളിൽ ഉണ്ടാവുന്ന ശങ്ക നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഒരു പനി വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ആ പനിയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആരെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ലക്ഷണങ്ങൾ. ഇപ്പം നമുക്കറിയാം, ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ നിപ്പയെ കുറിച്ച് വന്നിരുന്നു. അപ്പം ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഇതിനൊന്നും എന്തില്ല, ടെൻഷൻ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നിനും നമുക്ക് ടെൻഷൻ പരിഹാരമല്ല. പക്ഷെ അതാസമയം ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ യഥാർത്ഥ വിവരം അറിഞ്ഞ് അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക, അതാണ് നമ്മൾ ശരിക്കും വേണ്ടത്. അപ്പൊ ഈ അവസരത്തിൽ പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ കുട്ടികളുടെ ഇടയിലായിട്ടോട്ടെ, ചെറുപ്പക്കാരുടെ ഇടയിൽ, പ്രായമുള്ളവരിലാട്ടെ പനി നന്നായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഏത് ഓപ്പിടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാലും, ഇപ്പൊ ഞാൻ ഡയബറ്റോളജിയാണ് ഞാൻ കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാവുന്നത് പനിയാണ്. അപ്പോൾ ചോദിച്ചു, ഇതിന്റെ പ്രത്യേകിച്ച് ഈ ഒരു ചില സീസണൽ കറക്റ്റ്, അതെന്തായിരിക്കും അതിനൊരു കാരണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ഉത്തരം പറയുന്നതിന് മുന്നേ എനിക്കൊരു ചോദ്യം ഇങ്ങനെ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ പനിയെ നമ്മൾ പറയേണ്ടത് വൈറൽ പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കാരണം വൈറസാണ്. അപ്പോൾ വൈറൽ പനികളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്ക് പനിയെക്കുറിച്ച് അല്ലെങ്കിൽ വൈറസിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നമ്മൾ ഓൾറെഡി എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞു, നമ്മളെ കൊറോണ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഉണ്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ വൈറസ് എന്ന് പറയുന്നത് ഒരു വിഭാഗം, ഒരു ഹെഡിങ് മാത്രമാണ്. ഈ വൈറസിൽ തന്നെ പലതരം വൈറസുകളുമുണ്ട്. അതിലൊരു തരം വൈറസ് മാത്രമാണ് നമ്മൾ പറയുന്ന കോവിഡ് വൈറസ് ആണെങ്കിലും നിപ്പ വൈറസ് ആണെങ്കിലും. ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന വൈറസുകളാണ്. ഈ വൈറസ് ഉണ്ടാക്കുന്നത് ഭയങ്കര ശക്തിയായ പനിയാണ് ഉണ്ടാക്കുന്നത്. ശക്തിയായ പനിയാണ്. അപ്പോൾ ഈ ശക്തിയായിട്ടുള്ള പനി എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസം എന്ത് ചെയ്യും, രോഗിക്ക് നിൽക്കാതെ പനിക്കും. അപ്പോൾ എപ്പോഴും രോഗികളെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്തെങ്കിൽ, ഇപ്പം നമ്മളൊരു മരുന്ന് എഴുതി കൊടുത്ത് 2 ദിവസം കഴിയുമ്പോഴത്തേനും രോഗി തീർച്ചയായിട്ടും തിരിച്ചു വരികയാണ്, പനി കുറഞ്ഞിട്ടില്ല സാറേ, പനി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ എൻ്റെ ഇന്നത്തെ മെയിൻ മെസ്സേജ് എന്താ വെച്ചെങ്കിൽ വൈറൽ പനികൾ 3 തൊട്ട് 5 ദിവസം വരെ എന്ത് ചെയ്യും, തുടരും. അത് നമ്മൾ ഈ പനി മരുന്ന് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ പനി കുറക്കാനുള്ള ഒരു പാരസെറ്റമോൾ എന്ന് പറയുന്നത് ആ പനിയെ മാത്രമാണ് കുറക്കുന്നത്. ഈ പാരസെറ്റമോൾ എന്ന് പറയുന്നത് പനിയെ കുറക്കാനും ശരീരവേദനയെ കുറക്കാനും അല്ലാതെ മറ്റു യാതൊരു കഴിവും അതിനില്ല. മനസ്സിലായി? അപ്പോൾ ഈ പനി നമ്മൾ ആ മരുന്ന് കഴിക്കുന്നു. ആ മരുന്ന് കഴിച്ച് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പനി കുറയുന്നു. അടുത്ത ടൈം ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, പനിക്കും. അപ്പം നമ്മൾ വൈറൽ പനികളിൽ നമുക്കൊരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം വരെ പനിക്കാം. ഇതാണ് ആദ്യത്തെ മെസ്സേജ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ നമ്മൾ സ്കൂളിലാവട്ടെ വീടുകളിലാവട്ടെ ഇവിടെയൊക്കെ ഒരു പനി വരുമ്പോഴേ ആദ്യം നമ്മൾ ചെയ്യാൻ മിക്കവാറും ഒരു പാരസെറ്റമോൾ കഴിക്കും. അതെ, അത് സ്വയം ചികിത്സ സാറിന് ചോദിക്കാം, അത് മറ്റൊരു വിഷയമാണ്. രണ്ടാമത് അത് കുറവില്ല എന്ന് കണ്ടാൽ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർ മിക്കവാറും ഒരു 3 ദിവസത്തേക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടാവും. 2 ദിവസം കൊണ്ട് ആ പനി തീരാറുണ്ട്. അപ്പം 2 കാര്യമാണ് അവിടെ ചെയ്യാറുള്ളത്. ചില ആളുകൾ അത് ആ മെഡിസിൻ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യും, പനി മാറിയല്ലോ, ആ കോഴ്സ് പൂർത്തിയാവില്ല. പിന്നെ ചില ആളുകൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 ദിവസം പനിച്ചിട്ട് 3 ദിവസത്തും കൊണ്ട് കുറവ് വരുന്നില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും 3 ദിവസം കൊണ്ട് കുറയാറുണ്ട്. അപ്പം സാർ ഈ പറഞ്ഞ വലിയൊരു വിഷയമാണ്. 4 ദിവസമായിട്ടും സാർ കുറയുന്നില്ല എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും രോഗികൾ തിരിച്ചു വരാം, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ വരാം. അപ്പോൾ ഈ ഒരു വിഷയം വളരെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആരാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെറുപ്പക്കാരൻ, ഒരു 20-25 വയസ്സായിട്ടുള്ള ഒരു യുവത്വത്തിലുള്ള ഒരാൾ പനി ബാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ യുവത്വം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഈ പ്രായത്തിൽ ഒരാൾക്കൊരു വൈറൽ പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കണക്ക് 3 ദിവസം പനിച്ച് അയാൾ എന്ത് ചെയ്യുന്ന ഒരു ബെറ്റർ. പിന്നെ ഒരു ചെറിയ ശരീരവേദനയോ ക്ഷീണമോ ഒന്നും എന്തില്ല, ഈ പ്രായക്കാരെന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു, അവർ ജോലിയിലേക്ക് പോകുന്നു. പക്ഷെ അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പ ഉമ്മ അല്ലെങ്കിൽ വല്യപ്പ വല്യമ്മ പ്രായം ചെന്ന് 80-85 വയസ്സായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ 60 അവർക്ക് പ്രമേഹമുണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖമുണ്ട്, അല്ലെങ്കിൽ അവർ കുറേ ആയിട്ട് ശ്വാസം മുട്ടുള്ള ഒരു രോഗിയാണെന്ന് കരുതുക. ഇത്തരം രോഗികൾക്ക് ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരനെ ബാധിക്കുന്നേക്കാൾ എന്ത് ചെയ്യും, കൂടുതൽ ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അവരിലുണ്ടാവുന്ന ക്ഷീണം, അവരിലുണ്ടാവുന്ന ശരീരവേദന, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്ത് 20 വയസ്സുകാരനുമായി ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അതെ. അപ്പം അത് പിന്നെ സാർ ഇതിൽ പനിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ശരിക്കും നമ്മൾ നടത്തേണ്ടത്? ഓക്കെ, പനിയുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ ഒരു ടെസ്റ്റുകളും തുടക്കത്തിൽ വേണ്ട. മനസ്സിലായില്ലേ? ഈ പനി 3 ദിവസം കഴിഞ്ഞു, 5 ദിവസം ഞാൻ നേരത്തെ പറഞ്ഞത് 3 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം പനിക്കുന്നുണ്ടെന്ന് കരുതൂ. പക്ഷെ ആദ്യം പനിച്ച അതേ ടെമ്പറേച്ചറിലല്ല പനിക്കുന്നത്, അതിനേക്കാൾ കാഠിന്യം കുറഞ്ഞുകൊണ്ടാണ്. ചെറിയ പനിയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ 6-7 ദിവസം കഴിഞ്ഞ് പനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണം, ആലോചിക്കണം. അതല്ലെങ്കിൽ ഈ പനിയുടെ കൂടെ മറ്റ് ലക്ഷണങ്ങൾ, ഉദാഹരണമായി പനി മാത്രമല്ല അസഹ്യമായ തലവേദന, അതല്ല പനിയുടെ കൂടെ അവരെന്ത് ചെയ്യുന്നു, ബോധം പോകുന്നു, നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവസ്മാരം വരുന്നു. ഈ അവസ്മാരം വരുന്നു അല്ലെങ്കിൽ ബന്ധപ്പെടാത്ത കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ ഒരു 20 വയസ്സുകാരൻ തന്നെ നല്ല പനി വന്നു, 3-ാമത്തെ ദിവസം കഴിയുമ്പോഴത്തേനും ഇയാൾ എന്ത് ചെയ്യുക, പനിച്ചിട്ട് ഇയാൾ കിടന്ന് പറയാണ് എന്നെ ആരോ പിടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നു. ഇത് അസാധാരണമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കര ചുമ വരുന്നു, ചുമച്ച് കഫം തുപ്പുന്നുണ്ട്, അപ്പൊ നമുക്കത് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെ നമ്മളെ ലങ്സിനെ ബാധിച്ചിട്ട്. ഇനി ഇതേപോലെ തന്നെ വൈറസ് എന്ത് ചെയ്യാം, വയറിനെ ബാധിക്കാം. നമുക്ക് പനിയുണ്ട് പക്ഷെ അതിന്റെ കൂടെ വളരെ ലൂസ് മോഷൻ, അപ്പൊ അത് വൈറസ് എന്താണ്, വയറിനെ ബാധിച്ചു. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. സാർ ഇതിൽ നേരത്തെ പിന്നെ വയസ്സായ ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ, പ്രായം ചെന്നവർ, അതുപോലെ കുട്ടികളെ ബാധിക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട, ഇപ്പം നമ്മൾ പറയാം, ഒരു ഫിസിഷ്യനെയും ഒരു പീഡിയാട്രീഷ്യനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക പീഡിയാട്രീഷ്യൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സ്കൂളിൽ പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളിൽ എന്താന്ന് വെച്ചാൽ, കുട്ടികളിൽ പ്രായം കുറഞ്ഞ കുട്ടികളിൽ വരും തോറും എന്ത് ചെയ്യും, ഈ എല്ലാ അസുഖങ്ങളുടെയും
തീവ്രത കൂടുതൽ കാണുക എക്സ്ട്രീംസ് ഓഫ് ഏജ് എന്ന് പറയും. അതായത് ഒന്നിരിക്കലും പ്രായം കൂടിയവരിലും ഒന്ന് പ്രായം കുറഞ്ഞവരും അവരിൽ ഇവരുടെ പ്രതിരോധ ശക്തി കുറഞ്ഞതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവരിൽ കാഠിന്യം കൂടുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളിൽ എന്ത് ചെയ്യാം ഇത് മാത്രമല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ മതി ചെറിയ കുട്ടികൾ ഇപ്പോൾ മൂക്കൊലിപ്പുണ്ട്, അവരിപ്പോൾ ശ്രദ്ധിച്ച് മൂക്ക് തുടച്ച് കൈ എന്ത് ചെയ്യില്ല, കഴുകുകയൊന്നും ചെയ്യില്ല. ഇത്തരം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ അപ്പൊ സ്കൂളുകളാണ് എന്ത് ഇതിന്റെ യഥാർത്ഥത്തിൽ ഒരു കേന്ദ്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അയൽവാസികൾ കുട്ടികളുമായുള്ള ഇടപെടക്കം, മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. അപ്പൊ ഈ വൈറസ് എന്ത് ചെയ്യാണ്, ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ചാടുന്നു, അവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ചാടുന്നു. ഇതിങ്ങനെ നമ്മുടെ പരിസരത്ത് തന്നെ കിടന്ന് കളിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഈ വൈറസ് പനികളെ കുറച്ച് ഒരു സീസണിൽ ഇങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെ നിന്നിട്ട് പിന്നെ അടുത്തൊരു സന്ദർഭമാകുമ്പോൾ വീണ്ടും വരുന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം. ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു പനി വന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ താമസിക്കുന്ന ഒരു വീടിന് 3-4 ബെഡ്റൂം ഉണ്ട്, സൗകര്യങ്ങൾ. ഇപ്പം എൻ്റെ മോൻ പനിച്ചാൽ തന്നെ എനിക്ക് ഒരു റൂമിൽ കൊണ്ടുപോയി കിടത്താം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു റൂം ഒരു ഹാള് മാത്രമായി ജീവിക്കുന്നു. അതിൽ ഉമ്മ, ഉപ്പ, കുട്ടികൾ, അനിയൻ്റെ കുട്ടികൾ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നതും ഞാൻ മുന്നേ പറഞ്ഞ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം? ഓവർ ക്രൗഡഡ് ആണ്. മനസ്സിലായില്ലേ? ഒരാൾക്ക് പിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ എന്ത് ചെയ്യും, അത് പ്രത്യേകിച്ച് മഴ നനക്കുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം അലക്കിയിടാനുള്ള സൗകര്യം കുറവുണ്ട്. ഇതെല്ലാം എന്താണ്, ഇത് സ്പ്രെഡ് ചെയ്യാനില്ല. അപ്പോൾ യൂഷ്വലി എല്ലാ വൈറൽ ഇൻഫെക്ഷൻസും സ്പ്രെഡ് ചെയ്യുന്നതും കൂടുതൽ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് മഴ സീസണിൽ. അത് കഴിയുമ്പോൾ ഇതിനെന്താണ്, എല്ലാത്തിനും ഒരു ശമനം വരും. ഇവിടെ ഈ നേരത്തെ ഈ വ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു, ടെസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട്. പനിച്ചോട്ടെ, അത് കുഴപ്പമില്ല, എന്നിട്ട് കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരു എന്തെങ്കിലും ഒരു ഗുളിക കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ ഇപ്പം വാപ്പായെ കാണിച്ച ഡോക്ടറെ എടുത്തു വെച്ചതിൻ്റെ ബാക്കിയുള്ള ഗുളിക ഉണ്ടാവും, അപ്പം മക്കൾക്ക് എടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു സ്വയം ചികിത്സയിലേക്ക് മിക്കവാറും ചില ആളുകളെങ്കിലും അറിയാതെയോ അല്ലാതെയോ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ? തീർച്ചയായിട്ടും സ്വയം ചികിത്സ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു 3 ദിവസം നമുക്ക് ഏത് രോഗിയാണെങ്കിലും ഒരു പാരസെറ്റമോൾ കൊടുത്തു, അല്ലെങ്കിൽ പനിയുടെ കാഠിന്യം കുറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ശരീരവേദന മരുന്ന് കൊടുക്കുന്നതിന് എന്തില്ല, ദോഷമില്ല. ഇതിൽ ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനം വരുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ഒരാളുടെ പനി വന്നു, ഞാൻ നേരത്തെ പറഞ്ഞ അയാളുടെ സ്വയംബോധം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, നിൽക്കാതെ ഛർദിയും വയറ്റിൽ നിന്ന് പോക്കും വരുന്നു. ഈ ഒരു അവസ്ഥ കണ്ടിട്ടും കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രായം ചെന്നത് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത്, മൂർജിക്കുന്നത്. ഈ രോഗാവസ്ഥ മൂർജിച്ച രോഗാവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ തുടക്കത്തിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ്, അതായത് പകരുന്ന രോഗങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെങ്കിൽ, എല്ലാ ഇൻഫെക്ഷൻസിൻ്റെയും പ്രത്യേകത എന്തെങ്കിൽ, തുടക്കത്തിൽ ചികിത്സിക്കുമ്പോൾ കിട്ടുന്ന ഗുണം എന്ത് ചെയ്യില്ല, ഞങ്ങൾ പറയും ഫസ്റ്റ് ഡോസ് ആന്റിബയോട്ടിക് എന്ന് പറയും. ഫസ്റ്റ് ഡോസ് മരുന്ന് കൊടുക്കുമ്പോൾ അതിന് കാണുന്ന പ്രതികരണം ആവില്ല, 3-4 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ. അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് എങ്ങനെ സാർ ഇത് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ സീസണിലുള്ള പനികളാവുമ്പോൾ പെട്ടെന്ന് കാണിക്കണം, അതല്ലാതെ ആവുമ്പോൾ നമ്മളിത് മൂർച്ഛിച്ചിട്ടാണല്ലോ കാണിക്കേണ്ടി വരിക. സാരമില്ലാന്ന് വിചാരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇവിടെ എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാറില്ല, നമ്മുടെ വിശ്വാസി സഹോദരന്മാരുടെ അടുത്ത് ഓർമ്മിക്കാറ്, ഇതിലാണ് നമ്മൾ ഇന്ത്യയിൽ ചിലത് നമ്മൾ ഖദർ കല എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നമ്മുടെ നിയന്ത്രണത്തിലല്ല എടുക്കുന്നത്. ചിലർക്ക് ഒരു ദിവസം പനിച്ച് 2ാമത്തെ ദിവസം എന്ത് ചെയ്യും, ഇത് അവയവങ്ങളെ ബാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ വളരെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. ഒട്ടുമിക്കവാറും ഹോസ്പിറ്റലിൽ വരുന്ന കോംപ്ലിക്കേഷൻസിൽ നമ്മൾ കാണുന്നത് ലേറ്റായിട്ട് ഒരു 3-4 ദിവസം 5 ദിവസമൊക്കെ പനിച്ചിട്ടും ഡോക്ടറെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെയും കാണിക്കാതെ വെറും സ്വയം ചികിത്സിച്ച ഇത്തരം ജനങ്ങളിലാണ് നമ്മളിത്. പക്ഷെ അതിനും പല കാരണങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ സാഹചര്യങ്ങളിൽ ആൾക്കോട്ടെ, ഇപ്പോൾ മഴ നിൽക്കുന്ന സാഹചര്യം സാമ്പത്തിക പ്രയാസം വലിയൊരു കാരണമാണ്. നമ്മളത് മനസ്സിലാക്കണം. ഒരു വീട്ടിലെ സാഹചര്യങ്ങൾ ഇതിൻ്റെയാണ് ഇതിന് പറ്റുക. ഇപ്പോൾ 1-2 ആൾക്കാർ ജോലി എടുക്കുന്നുണ്ടാവും, മനസ്സിലായില്ലേ? ഇവരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാമ്പത്തിക
പ്രയാസമുള്ള ഒരാൾക്കാർ അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോവുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും. നിങ്ങൾക്കറിയാം, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ക്യൂ എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ നമുക്ക് പനി വരും. അവിടെ നിന്നാൽ തന്നെ രോഗം വരുന്ന. അതെ. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ട്. പക്ഷെ നമുക്ക് ശ്രോതാക്കളെടുത്ത് പറയാനുള്ളത്, നിങ്ങൾ പനി വന്നു കഴിഞ്ഞു 3-5 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ ചികിത്സിക്കണം. തീർച്ചയായിട്ടും ചികിത്സിക്കണം. ഇപ്പോൾ ഇവിടെ പിന്നെ സ്വയം ചികിത്സ എന്നതിനപ്പുറം ചില റെമഡീസുകൾ ഇതിനുണ്ടാവും. അതെ. ഇപ്പോൾ പനിച്ച് കിടന്നാൽ ചില സമയങ്ങൾ എന്ത് ചെയ്യും? മൂടിപ്പോച്ച് അങ്ങനെ കിടക്കും, ഗുളിക കഴിക്കും, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം എനിക്ക് വേണ്ട, കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ഈവൻ ഒരു വെള്ളം പോലും കുടിക്കാത്തൊരവസ്ഥ വരാറുണ്ട്. ഗുളിക കഴിക്കും, മരുന്ന് കഴിക്കും, പിന്നെ മൂടിപ്പോച്ച് കിടക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചെല്ലുന്നില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യം തീർച്ചയായിട്ടും പ്രയാസം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മളെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിൽ ഭക്ഷണമാണോ വേണ്ടത്, വെള്ളമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? വെള്ളമാണ് കൂടുതൽ വേണ്ടത്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, നിങ്ങളുടെ ഓരോരുത്തരും വീട്ടിൽ ശ്രദ്ധിച്ചു നോക്കാം, ഭക്ഷണം കൂടുതലും വെള്ളം കുറവ്. നമുക്കൊരു സുന്നത്തുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് എത്രയായിരിക്കണം? 1/3 അല്ലേ? ബാക്കിയുള്ളത് വെള്ളമായിരിക്കണം. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളം ധാരാളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറയും. ഇപ്പം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ, ഇപ്പം നമ്മളൊരു തോട്ടം നനക്കുന്നത് പോലെ ഒരു തോട്ടത്തിലൊരു മോട്ടർ വെച്ച് കിണറ്റിൽ നിന്ന് വെള്ളം നനക്കുമ്പോൾ എല്ലാ ചെടികളിലോട്ടും ചെയ്യുന്നുണ്ട്, വെള്ളം എത്തുന്നുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ വളമാണോ കൂടുതൽ ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത്, വെള്ളമാണോ ഒഴിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, വെള്ളം കുറച്ച് കൊടുക്കുന്നുള്ളൂ, പക്ഷെ എല്ലാ വളം കൊണ്ടേ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. എന്തായിരിക്കും ആ ചെടിയുടെ ഒരു അവസ്ഥ? ഒന്നുമില്ലാതിരിക്കും അല്ലേ? ഞാനതുപോലെ വെള്ളം കുടിക്കണ പറയുമ്പോ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന വേറെ പണിക്കും നേരം ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് മൂത്രയ്ക്കാനേ പോകുന്ന സമയം ഉണ്ടാകുള്ളൂ. അപ്പൊ അതിന്റെ അളവെന്താണ്? അത് അളവ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ ഒരു ദിവസത്തിൽ ഒഴിക്കുന്ന മൂത്രം എത്രയാണോ അതും പ്ലസ് 300 ml എന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുക. ഇതും നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? വ്യക്തികളനുസരിച്ച് മാറും. ഉദാഹരണത്തിന് ഒരു 100-150 കിലോയിലൊരു വ്യക്തി ഉണ്ടെന്ന് നോക്കും, മറ്റൊരു വ്യക്തി 40 ശരീരത്തിന്റെ ഭാഗം അനുസരിച്ചാണ് നമുക്ക് എല്ലാം എന്ത് ചെയ്യുന്നത്. അതെ, റേഷ്യോ. ഇപ്പം നമ്മളൊരു മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാം ഒട്ടുമിക്കവാറും മരുന്നുകൾ പെർ കിലോ, 1 കിലോന് ഇത്ര. ഇപ്പൊ പാരസെറ്റമോൾ ഒരു കുട്ടിക്ക് കൊടുക്കുന്നതും ഒരു പ്രായം ചെന്നവർക്കും സെയിം ഡോസ് അല്ലല്ലോ, നമുക്കറിയാം. അതൊരു കിലോ കണക്കാക്കിയിട്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ നല്ല പോയിന്റ് നിങ്ങൾ സൂചിപ്പിച്ചത്. ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് അസുഖം വന്നാലും നിങ്ങൾ ഡോക്ടർ, ഇപ്പോൾ കിഡ്നിക്ക് രോഗമുള്ളവർ അല്ലെങ്കിൽ ഹാർട്ടിന് രോഗമുള്ളവരടുത്ത് നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ അളവ് കുറക്കാൻ പറയും. മറ്റുള്ളവർ എന്ത് ചെയ്യണം? വെള്ളം നന്നായിട്ട് കുടിക്കണം. പ്രത്യേകിച്ച് ഈ വൈറൽ പനി, നമ്മൾ പനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താ ഉണ്ടാവുന്നത്? ചൂട് അല്ലേ? നമ്മൾ വിയർക്കുന്നു. എന്താ നമുക്ക് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത്? ജലാംശം നഷ്ടപ്പെടുന്നു. ഈ ജലാംശത്തിന്റെ കൂടെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വിയർക്കുമ്പോൾ നമ്മൾ ആ വിയർപ്പൊന്നും നമ്മൾ നാവിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ്? ഉപ്പ് അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന എന്താണ്? ലവണം നഷ്ടപ്പെടുന്നു. ഈ ലവണം നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത് സോഡിയം കുറയുന്നു. സോഡിയം എന്താ? ഉപ്പാണ്, മറ്റൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഈ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഏത് അവയവത്തിനെയാണെന്ന് അറിയോ? തലച്ചോറിനെ. ഹാർട്ടിനെ ബാധിക്കില്ല, പെട്ടെന്ന് കിഡ്നിയെ ബാധിക്കില്ല, പക്ഷെ തലച്ചോറിനെ ബാധിക്കും. അപ്പം എന്ത് ചെയ്യും? നമ്മളിപ്പോൾ എല്ലാവരും വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കുന്നത് കാരണത്തിൽ, കോൺഷ്യസ് ആയിട്ടിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സോഡിയമാണ്. സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും? ബോധം ഇല്ലാതായി പോകും. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞപ്പോൾ, ഉപ്പ എന്നെ അറിയുമോ എന്ന് ചോദിച്ചാൽ ഉപ്പ പറയും, നീ എൻ്റെ അയൽവാസിയല്ലേ, അല്ലെങ്കിൽ ആൾക്കാരെ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ സമയമായിട്ട് ഇപ്പോൾ ഉച്ചയാണെന്ന് പറഞ്ഞാൽ പറയാം അതല്ല, രാത്രി 12 മണിയാണ്. അപ്പോൾ ഈ ഒരു ഡിസോറിയൻറ്റേഷൻ എന്ന് പറയും, ഇതുണ്ടാവുന്ന സോഡിയത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ്. അപ്പോൾ അതിന് വെള്ളം വളരെ പ്രധാനം. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിൽ നിന്ന് നമ്മുടെ ശരീരമാണോ അതിൻ്റെ സോഡിയത്തിൻ്റെ അംശം അതിലുണ്ടാവും? അല്ല, ഈ നമുക്ക് വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ഇപ്പം നമ്മൾ വെള്ളം എന്ന് പറയുമ്പോൾ വെറും വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുമ്പോൾ പനിയുള്ള ആൾക്കാരടുത്ത് പണ്ട് കാലത്ത് എന്ത് അസുഖം ഉണ്ടെങ്കിലും എന്താണ് രോഗികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാറ്? ഉപ്പിട്ട കഞ്ഞിവെള്ളം, ചുട്ട പപ്പടം. പിന്നെന്ത് ചെയ്യും? പിന്നെന്താ കൊടുക്കുക? കൂടെ ഒരു ചമ്മന്തി അല്ലെങ്കിൽ അച്ചാറിൽ എന്താ ഉള്ളത്? ഉപ്പാണ്. ഇതാണ് ശരീരത്തിന് എന്ത് ചെയ്യുന്നത്? ആ ഒരു
അപ്പോൾ ഈ സോഡിയത്തിന് വെള്ളത്തിന്റെ അംശം ശരീരത്തിൽ കൂട്ടാനുള്ള ഒരു കഴിവുണ്ട്. മനസ്സിലായില്ലേ? നമുക്കതിവിടെ വിവരിക്കാനുള്ള സമയമില്ല, നമുക്ക് സമയം കുറേ. അപ്പോൾ ഇതിൽ മെയിൻ പോയിന്റ് ഇത്ര മനസ്സിലാക്കി, എന്ത് അസുഖം വന്നാലും നിങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ധാരാളം കുടിക്കുക. എപ്പോഴും ആൾക്കാർ ചോദിക്കുക എന്താ അറിയോ, എന്താണ് ഭക്ഷണം കഴിക്കേണ്ടത്? അതിനേക്കാൾ കൂടുതൽ എന്ത് ഭക്ഷണമാണെങ്കിലും നമുക്ക് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ പൈനാപ്പിൾ, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. സാധാ വെള്ളം കുടിച്ചാൽ മതി. കഞ്ഞിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനം അസുഖത്തിൻ്റെ ഉണ്ടാകുന്ന സമയത്ത്. നല്ലൊരു ഭക്ഷണമാണ് നമുക്ക് എല്ലാം കൊണ്ടും ആയിട്ടുള്ള കൊടുക്കാവുന്നത്. അതുപോലെ സാറേ, ഈ പനിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ പനിച്ച് കഴിഞ്ഞാൽ വിയർത്തിട്ട് ഇങ്ങനെ വിയർത്ത് പിന്നെ അങ്ങോട്ട് പനി വിടുമ്പോൾ പിന്നെ അതെന്താ സംഭവം, എങ്ങനെയാണ് ഇതിൻ്റെത്? ഇപ്പോൾ നമ്മൾ വിയർക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതായത് നമ്മുടെ ബോഡി ഹീറ്റാവുമ്പോൾ ആ ഹീറ്റിൻ്റെ എഫക്റ്റ് കുറക്കാൻ നോർമലായിട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് ചെയ്യുന്നത്, വിയർക്കുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഈ വിയർക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നത്, നേരത്തെ പറഞ്ഞ പോലെ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ പനിച്ചു ആദ്യത്തെ ഒരു 3 ദിവസം നിങ്ങൾ പാരസെറ്റമോൾ കഴിച്ചോളൂ എന്ന് പറയുന്നത്, ഈ പനി വരിക, പനി കഴിഞ്ഞ് വിയർക്കുക, ഇതുണ്ടാവുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് രോഗികൾക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ. നേരത്തെ ഞാൻ പറഞ്ഞത് പ്രായം ചെന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും താങ്ങാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 3 ദിവസമോ 5 ദിവസമോ നിങ്ങളുടെ ഡോക്ടറുടെ സമ്മതപ്രകാരം നിങ്ങൾ പാരസെറ്റമോൾ ഒരു ദിവസം ഒരു 3 പാരസെറ്റമോൾ കഴിച്ചാൽ നമ്മൾ ഒരു 5 ദിവസത്തിൽ 15 പാരസെറ്റമോൾ, ഇത് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യില്ല ഇല്ല എന്നുള്ളൊരു മെസ്സേജും കൂടെ നമുക്ക് പറയാം. മനസ്സിലായി? അപ്പം നമുക്ക് പാരസെറ്റമോൾ കഴിക്കാം, ആവശ്യത്തിന് നിങ്ങൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം നിങ്ങൾക്ക് കഴിക്കാം. എപ്പോഴും മരുന്നുകൊണ്ടുള്ള ദോഷം വരുന്നത് എപ്പോഴാണെങ്കിൽ, മരുന്നുകൊണ്ടല്ല, എന്ത് കാര്യത്തിലും നമുക്ക് ദോഷം വരുന്നത് എപ്പോഴാണെങ്കിൽ നമ്മൾ പറയാത്തത് ചെയ്യുമ്പോഴാണല്ലോ. ഇപ്പം നമ്മൾ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നബിദിനത്തിനെ കുറിച്ച് നമ്മൾ ഇവിടെ സംസാരിക്കാറുണ്ട് നമ്മുടെ സമകാലം. എന്താ റസൂല് പറയാത്ത കാര്യം ചെയ്യുന്നു, അതാണ് നമ്മൾ ബോധവൽക്കരിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് വ്യത്യാസം വന്നു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും മറ്റും വന്ന് നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിലും ആൾക്കാരെ ബോധവൽപ്പിക്കുന്നെങ്കിൽ ഒരു ഡോക്ടർ പറയാത്ത കാര്യം നിങ്ങൾ ചെയ്യരുത്. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് എത്ര പാരസെറ്റമോൾ കഴിക്കാം, ഒരാൾക്ക് ഡൈക്ലോഫിനാക് അതായത് വേദന സംഹാരി എത്രണ്ണം കഴിക്കാം, ഇതിനെല്ലാം ശാസ്ത്രത്തിൽ നിയമമുണ്ട്. ഈ നിയമം വിട്ട് പുറത്തു പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓവറായിട്ടുള്ള പ്രശ്നം വരുന്നത്, ശരീരത്തിന്റെ അവയവങ്ങളെ ബാധിക്കുന്നത്. കൂട്ടത്തിൽ ഹസ്ന ജഹാൻ ആലത്തിയൂർ എന്നൊരു ശ്രോതാവ്, അവരുടെ ഒരു ആവശ്യമായിട്ട് പറഞ്ഞ ഹസ്ബൻഡിന് ഡെങ്കിപ്പനിയാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എത്രയും പെട്ടെന്ന് ശിഫയായി വീട്ടിൽ പോകാൻ അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഡെങ്കിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാം ചോദിക്കാൻ ടൈമില്ല, എങ്കിലും കൂട്ടത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ എന്തെങ്കിലും? ഡെങ്കി ആയിട്ടുള്ള ഇതിൽ ശ്രദ്ധിക്കാനുള്ള, ഡെങ്കിയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കി എന്ന് പറയുന്നത് വീണ്ടും ഒരു വൈറസ് പനിയാണ്. എന്താണ് ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചാൽ, പനി. ഇപ്പം നേരത്തെ വിട്ടുപോയൊരു സംഭവം ഇവിടെ സഹോദരി നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നുവെച്ചെങ്കിൽ, അസഹ്യമായ ക്ഷീണം. ഇത് വൈറൽ പനിയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു, വൈറസാണ് എല്ലാം, ഡെങ്കിയും ഒരു വൈറസാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 ദിവസം പനിച്ചു, പക്ഷെ 3 ദിവസം കൊണ്ട് പനി നിന്നു, പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രോഗികൾ പറയാത്, സാറ് ബെഡിൽ നിന്ന് എണീറ്റ് ബാത്റൂമിലോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല, എൻ്റെ തല കറങ്ങുന്നു, എനിക്ക് എണീറ്റിരുന്ന് ഭക്ഷണം കഴിയും. ഇതൊരു അസഹ്യമായ ക്ഷീണമാണ്. ഇത്തരം ക്ഷീണങ്ങൾ കാണുമ്പോൾ നേരത്തെ ചോദിച്ചിരുന്നു, ബ്ലഡ് ടെസ്റ്റ് എപ്പോൾ ചെയ്യണം? ഇത് ബ്ലഡ് ടെസ്റ്റിന് ഒരു സൂചനയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഡെങ്കിപ്പനിയിൽ തുടക്കത്തിൽ നമുക്ക് കാണുക കൗണ്ട് കുറയാന്ന് പറയും, WBC കൗണ്ട് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. അതിലേറ്റവും കൂടുതൽ കുറയുന്നത് പ്ലേറ്റ്ലെറ്റാണ്. ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ ഉണ്ടാവുന്ന ഒരു അംശമാണ്. ഈ പ്ലേറ്റ്ലെറ്റിലാണ് നമ്മളിപ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ 3 തൊട്ട് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ആ ബ്ലീഡിങ് നിൽക്കും. ഈ ബ്ലീഡിങ് നിൽക്കാൻ സഹായിക്കുന്ന 3-4 കാര്യങ്ങളിൽ ഒന്നെന്താണ്, പ്ലേറ്റ്ലെറ്റാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യാം, ബ്ലീഡിങ് ഉണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണ ബ്ലീഡിങ് കാണുന്നത് ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ 1,40,000 മുതൽ 4 lakh വരെ കാണാം. ബ്ലീഡിങ് തുടങ്ങുക അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ബ്ലീഡിങ് തുടങ്ങുന്നത് 10,000 താഴെ പോയാലേ തുടങ്ങുള്ളൂ. ചിലവർക്ക് എന്ത് ചെയ്യാം, 50,000 താഴെ പോയാലും കുറേ. അതിൻ്റെ മുകളിലുള്ളതൊന്നും എന്ത് ചെയ്യുക, സാധാരണഗതിക്ക് എന്ത് ചെയ്യാൻ പാടില്ല. പക്ഷെ സ്ത്രീകളിൽ എന്താ വെച്ചെങ്കിൽ, അവരുടെ ആർത്തവ സമയമാണെങ്കിൽ
ചിലപ്പോൾ 80,000-ലും അവർക്ക് എന്ത് ചെയ്യും, അതൊന്ന് കൂടുതലായിട്ട്. കൂടുതലാണ് സാധ്യത. അപ്പോൾ ഇതിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് ഇതെന്ത് ചെയ്യാം, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഡെങ്കിപ്പനിയിൽ കൗണ്ട് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ചികിത്സിക്കണം. ഇതിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നുമില്ല, സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുക. ആൻറ്റി വൈറൽ, അതിപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന പോലെ ആൻറ്റി വൈറൽസ് എന്ന് പറയുന്ന ഒരു ചികിത്സയും ഇല്ല ഡെങ്കിക്കില്ല. ഡെങ്കിയുടെ ലക്ഷണങ്ങൾ എന്താണോ അതിന് ചികിത്സിക്കുക. ഡെങ്കിയുടെ ലക്ഷണങ്ങൾ ഏറ്റവും കൂടുതലാണ് അതിനെ ഹൈഡ്രേറ്റ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ധാരാളം കൊടുക്കണം. പിന്നെ അതിനെ മോണിറ്റർ ചെയ്യണം, പ്ലേറ്റ്ലെറ്റ് കുറയുന്നുണ്ടോ, ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം. അപ്പോൾ എപ്പോഴും ആൾക്കാർ ചോദിക്കും എന്തിനാ ഡെങ്കിപ്പനിക്ക് ഹോസ്പിറ്റലിൽ കിടത്തുന്നത്, ഹോസ്പിറ്റലുകാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഡോക്ടർ ഇത്. അതൊരു സത്യം പറഞ്ഞാൽ ഒരു തെറ്റായ ധാരണയാണ്. ഒരു ഡോക്ടർ കണ്ടിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനാണ്, ആ രോഗിയെ മോണിറ്റർ ചെയ്യാനാണ്. നമ്മൾ ഈ ഡെങ്കിയുടെ ഒരു കോംപ്ലിക്കേഷനാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയും. അതായത് ബ്ലീഡിങ് കൂടി പേഷ്യൻ്റ് കൊളാപ്സ് ചെയ്ത് അത്തരം പേഷ്യൻ്റ് ബ്ലീഡിങ് ആയി പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ രോഗിയുടെ ആൾക്കാരെക്കാൾ പേടി നമുക്കാണ്. നമുക്ക് അന്ന് തുടങ്ങും ടെൻഷൻ, കാരണം ആ രോഗിയെ പിന്നെ രക്ഷപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തും അറ്റെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനത്തേക്ക് മാറ്റി വെക്കരുത് എന്ന് പറയാം. ഇവിടെ നമുക്ക് അവസാനമായിട്ട് പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകർച്ചവ്യാധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പനി തന്നെയാണ്. മിക്കവാറും പകർച്ചവ്യാധി അല്ലെങ്കിൽ ഈ വൈറൽ പനിയുള്ള സമയത്തും സ്കൂളുകളിൽ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അധ്യാപകർ എന്ത് ചെയ്യും, പനിയുള്ളവർ വരേണ്ടതില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. കാരണം അതിന് അത്രയും വ്യാപകമാകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസങ്ങളിലൊക്കെ നമ്മളത് സൂചിപ്പിക്കുകയുണ്ടായി കുട്ടികളുടെ. കാരണം ഒന്ന് വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ഇന്ന് 5 ആളാണെങ്കിൽ പിറ്റേ ദിവസം ഒരു 15 ആൾ അല്ലെങ്കിൽ 40 ആൾ വരെയൊക്കെ ഒറ്റ ദിവസം പനിക്കുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പം കൂടുതലും രക്ഷിതാക്കളുടെ ഒരു അവയർനെസ്, ഒരു ബോധമില്ലായ്മയോ ഇതൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം പോയിക്കോട്ടെ, ഒന്നുകൂടെ പോയിക്കോട്ടെ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് രക്ഷിതാക്കളോട് അത്തരം ആളുകളോട് നമുക്കൊരു നിർദ്ദേശം വെക്കാനുണ്ട്. നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് പനിയുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കരുത്. നമ്മൾക്ക് സ്വത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൊടുക്കാം. അത് നമ്മൾ കൊടുക്കണം അല്ലേ. പക്ഷെ പനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യല്, മറ്റുള്ളവർക്ക് കൊടുക്കരുത്. അതൊരു ഇസ്ലാമിക വശം കൂടി ഉണ്ട് അതിൽ. അത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പാരന്റ്സ് ശ്രദ്ധിക്കണം, വ്യക്തിയാണെങ്കിൽ അവനവന്റെ കാര്യം, ഇന്നെ കൊണ്ട് വേറൊരാൾക്ക് ഇതാവരുത് എന്ന് ഒരു സുരക്ഷ. നമ്മളെ കൊറോണ പഠിപ്പിച്ച കുറേ പാഠങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മാസ്ക്. ഒരു മാസ്കിന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു മാസ്ക് ഇട്ടാൽ ഇപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു മാസ്ക് ഇടാം. ഇനിയിപ്പോൾ മാസ്ക് ഒന്നും വേണമെന്നില്ല. പണ്ട് കാലത്ത് മാസ്ക്, കൊറോണ വരുന്നതിന് മുന്നേ മാസ്കിന് പകരം എന്താ നമ്മള് പണ്ട് കാലത്ത് എന്താ ചെയ്യുന്നത്, ടവല് കെട്ടുക അല്ലേ, കർച്ചീഫ് കെട്ടും നമ്മള്. ആ കർച്ചീഫ് നമുക്ക് വീണ്ടും വാഷ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ അത് വലിയൊരു സംരക്ഷണമാണ്. എന്തിന്, വൈറൽ പനികൾക്ക് ഏറ്റവും വലിയ സംരക്ഷണമാണ്. പാരൻസിൻ്റെ അടുത്ത് പറയാല്ലേ, നിങ്ങളുടെ കുട്ടിക്ക് പനി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാതിരിക്കുക. നമ്മൾ ഈ നഴ്സറി പഠിക്കുന്ന കുട്ടികളെ എന്താ പറയുക, MA ഫൈനൽ ഇയർ ഒന്നും അല്ലല്ലോ. ഞാനതാ പറയാറുള്ളത്. ഈ പല രക്ഷിതാക്കളും സാർ ഇന്നത്തെ ക്ലാസ് അങ്ങനെ വിട്ടാണ്, എങ്ങനെയെങ്കിലും പോയിക്കോ, പറ്റ പ്രയാസമാണെങ്കിൽ അവിടെ നിന്ന് പോന്നാൽ മതി. അപ്പം അത് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ മിക്കവാറും നമുക്ക് വരുന്നൊരു പ്രയാസമാണത്. നമ്മൾ എല്ലാ പേരൻസും കുട്ടികൾക്ക് പനിക്കുമ്പോൾ എൻ്റെ കുട്ടിയെ സ്കൂളിൽ വിടുന്നില്ല, അവൻ്റെ പനി പൂർണ്ണമായി മാറ്റിയേ വിടുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മറ്റ് 10 കുട്ടികളെയാണ് എന്ത് സംരക്ഷിക്കുന്നത്. ആ ഒരു മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യാം. മുഹാവിയ തോട്ടശ്ശേരിയാറാൻ ചോദിച്ചിട്ട് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും പനിയാണ്, പനി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നുള്ളത്. അതുപോലെ വേറെ ഒരു സംശയം വെച്ചാൽ, കഴിഞ്ഞ മാസം എൻ്റെ പരിചയത്തിൽ 2 യുവാക്കൾ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തി സ്കൂൾ അധ്യാപകനും സമൂഹത്തിൽ എപ്പോഴും സജീവമായി നിലകൊള്ളുന്ന ആളായിരുന്നു. 2 പേർക്കും പെട്ടെന്നൊരു ദിവസം ശാരീരികമായ ക്ഷീണവും ചെറിയ തോതിലുള്ള പനിയുമായിരുന്നു തുടക്കം. 4 ദിവസത്തെ ആശുപത്രി ചികിത്സയ്ക്കിടെ 2 പേരും മരണമടയുകയായിരുന്നു. മഞ്ഞപ്പിത്തം തുടക്കത്തിൽ അറിയാനുള്ള ലക്ഷണം എന്താണ്? വളരെ പ്രധാനപ്പെട്ടത് ഈ നമ്മൾ പറഞ്ഞു, നമ്മുടെ സമയക്കുറവുകൊണ്ടുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത്, ഈ വൈറസ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ബാധിക്കാം. നമ്മൾ തലച്ചോറിനെയും ലങ്സിനെയും മാത്രമേ പറഞ്ഞുള്ളൂ, വയറിനെ കുറിച്ച് കുറഞ്ഞു. ഈ വയറിൻ്റെ മറ്റൊരു അവയവമാണ് എന്ത്, ലിവറിനെ എന്ത് ചെയ്യും, ഇത് ബാധിക്കും. അതിനെയാണ് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്ലീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഒരു കൈ മുറിഞ്ഞു കഴിഞ്ഞ് 3 to 5 മിനിറ്റിനുള്ളിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരു സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. മറ്റ് ഘടകങ്ങൾ
മറ്റ് ഘടകങ്ങളിൽ ഒന്ന് മറ്റൊന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലിവറിൽ നിന്നാണ്. അപ്പം ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബ്ലീഡിങ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യും? ക്ലോട്ടിംഗ് സിസ്റ്റത്തിന് ഇത് ബാധിക്കും. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ, വ്യാപകമായി ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഡെത്ത് മാത്രമാണ്. ലിവറിനെ അങ്ങേയറ്റം ബാധിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ഒരേ ചികിത്സ എന്തെന്ന് വെച്ചാൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്. ഇനി ലിവറിനെ ഇവിടെ ശ്രോതാവിൻ്റെ ചോദ്യം എന്താണെങ്കിൽ ബാധിച്ചതിൻ്റെ ലക്ഷണം എങ്ങനെ അറിയുന്നു? ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, നിങ്ങളുടെ പനി നിൽക്കുന്നില്ല, അസഹ്യമായി ക്ഷീണമുണ്ട്. ലിവറിനെ ബാധിക്കുമ്പോൾ മറ്റൊരു ലക്ഷണം എന്നല്ല, ഛർദ്ദിക്കാൻ വരിക, ഭക്ഷണത്തിനോടുള്ള വിരക്തി, മനസ്സിലായില്ലേ? ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? അപ്പോൾ LFT എന്ന് പറയുന്ന ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതിൽ ലിവർ എൻസൈംസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഇത് എന്ത് ചെയ്യും? വളരെ കൂടി നിൽക്കും. ഇതിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് ഡോക്ടർക്ക് എത്രത്തോളം ഇത് ലിവറിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഇത് സീരിയസ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്നൊരു ലക്ഷണം കൊണ്ട് ലിവറിനെ ബാധിച്ചോ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? പക്ഷെ അത് ടെസ്റ്റിലൂടെയാണ് കൂടുതൽ മനസ്സിലാവുന്നത്. മഞ്ഞപ്പിത്തത്തിന് ശരിക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് ഇംഗ്ലീഷ് മരുന്നിൽ എന്താണ് ശരിക്കും? വളരെ 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 പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇനിയും ഒരു അരമണിക്കൂറും കൂടെ തരണം ഇത് പറയുന്നത്, ഇത്തൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഒരു ലക്ഷണം മാത്രമാണ്, ലിവറിനെ ബാധിച്ചുകൊണ്ട് മാത്രമല്ല മഞ്ഞപ്പിത്തം വരിക. പൊതുവെ ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ലിവർ മാത്രം അല്ല, മഞ്ഞപ്പിത്തം ലിവറിനെ ബാധിക്കാതെയും വരാം. മനസ്സിലായേ? അപ്പം മഞ്ഞപ്പിത്തത്തിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ പറഞ്ഞു കഴിയാൻ നമുക്ക് മറ്റൊരു സമയം ഇൻഷാല്ലാ അതിന് കണ്ടെത്തേണ്ടതുണ്ട്. സർ, വേറൊരു പനിയുമായി ബന്ധപ്പെട്ട ഒരു ശ്രോതാവ് സുനീറ ചോദിച്ചിരിക്കുന്നത്, അസ്സലാമു അലൈക്കും ഡോക്ടർ, കഴിഞ്ഞ വർഷം എനിക്ക് മലേറിയയും ഡെങ്കിപ്പനിയും ഒരുമിച്ച് പിടിപെട്ടു. ആഫ്രിക്കയിൽ വെച്ചാണ് ഇത് എനിക്ക് പിടിപെട്ടത്. യെല്ലോ വാക്സിൻ എടുത്തിട്ടാണ് പോയത്, എന്നിട്ടും മലേറിയ പിടിപെട്ടു. എൻ്റെ സംശയം എന്തെന്ന് വെച്ചാൽ ഈ വർഷവും അതേ സമയം എനിക്ക് വിറയലും പനിയും വന്നു. 2-3 വർഷം അങ്ങനെ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. ഇത് ശരിയാണോ? ഇതിൽ സഹോദരി നമുക്ക് ആഫ്രിക്കയിൽ പോയപ്പോഴാണ് പനി വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഹെൽപ്പായിട്ടുണ്ട്. കാരണം ആഫ്രിക്ക എന്ന് പറയുന്നത് ഈ മലേറിയയുടെ എൻഡമിക് ഏരിയ, ഏറ്റവും കൂടുതൽ ഇത് കാണുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് ഫ്രീ ആയിട്ട് അത് കിട്ടും. മനസ്സിലായില്ലേ? ഈ മലേറിയയും ഡെങ്കി അല്ലേ പറഞ്ഞത് അല്ലേ? ഇത് രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യാം? വരാം, രണ്ടും ഒരുമിച്ച് വരാം. ഇവിടെ ശ്രോതാവിൻ്റെ ചോദ്യം, എനിക്ക് ഇനി അടുത്ത വർഷവും ഇത് വരുമോ? ഇല്ല, ഒരിക്കൽ വന്ന് എന്ന് വിചാരിച്ച് വരണില്ല. പക്ഷെ സഹോദരി വീണ്ടും ആഫ്രിക്കയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് എന്താണ്? വളരെ കൂടുതലാണ്. നെജുല ചോദിച്ചിട്ടുള്ളൊരു ഡോക്ടർ, ചിക്കൻ ബോക്സ് ഉണ്ടായ വ്യക്തിക്ക് മറ്റു രോഗങ്ങളോട് പ്രതിരോധ ശേഷി കൂടുതൽ ഉണ്ടാവാമെന്നുള്ളത് എത്രത്തോളം ശരിയാണ്? ചിക്കൻ ബോക്സ് വന്നതുകൊണ്ട് മറ്റു രോഗങ്ങളോടുള്ള പ്രതിരോധ ശക്തി ഉണ്ടെന്നില്ല എൻ്റെ അറിവിലില്ല. അത് വന്നു വിചാരിച്ചിട്ട് മറ്റുള്ള രോഗങ്ങൾ വന്നോളാം. പക്ഷെ ചിക്കൻ ബോക്സ് ഒരിക്കൽ വന്ന ഒരാൾക്ക് പിന്നെ ചിക്കൻ ബോക്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പൊതുവെ എല്ലാവരും, ചിക്കൻ ബോക്സ് വന്ന ഒരാൾക്ക് പിന്നെ ചിക്കൻ ബോക്സ് വരില്ല. മറ്റു രോഗങ്ങൾ ഇല്ല, അങ്ങനെ ഒരു പ്രതിരോധം അതിനില്ല. ഏതായാലും ഡോക്ടർ പറഞ്ഞതുപോലെ പനി എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിശാലമായൊരു സംഭവമാണ്. അത് രോഗമാണെങ്കിലും അത് വ്യത്യസ്തമായൊരു ഏരിയയിലേക്ക് കയറി പോകുന്നൊരു, പറഞ്ഞു വന്നപ്പോഴേക്കും മഞ്ഞപ്പിത്തത്തിലേക്ക് നമ്മൾ കയറിപ്പോയല്ലോ. അപ്പോൾ പനിയുമായി ബന്ധപ്പെട്ട് ഇപ്പം മഞ്ഞപ്പിത്തം വരാൻ വയറിളക്കമാവാം, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രോതാക്കൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് സമയപരിമിതി, സാർ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു വിഷയം തന്നെയാണ്, മറ്റുള്ള പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഡോക്ടറുടെ അത് പറയാം, അബ്ദുള്ള പാലക്കാട് നിന്ന്, മാഷാ അല്ലാ, ഇന്ന് ഡോക്ടറിൽ നിന്ന് കിട്ടിയ വളരെ വലിയ അറിവാണ്, വളരെ ഉപകാരപ്രദമായി, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പീസ് റേഡിയോ ഇത്തരം സമകാലിക പ്രോഗ്രാം അടക്കം മറ്റുള്ള എല്ലാ പ്രോഗ്രാമുകളിലും ഇതേപോലെ ഒരു സമകാലികമായ ചിന്തകളും ഒപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങളും ശ്രോതാക്കൾക്ക് സമന്വയിച്ച് ലഭിക്കുന്ന മറ്റൊരു അവസരം കൂടെ തന്നെയാണ്. അൽഹംദുലില്ലാ, നല്ലൊരു മെസ്സേജാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മൾ കൈമാറിയത്. സമയം അതിവേഗം കടന്നുപോയി. അതെ, സമയം കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു സമകാലികത്തിൽ കൂടി വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും ഡോക്ടർ ഈ ഒരു സമയം ഇതുവരെ റേഡിയോയിൽ തത്സമയ സംപ്രേക്ഷണ പരിപാടിയിൽ ശ്രോതാക്കളുടെ കൂടെ ഇങ്ങനെ നിന്നതിന് വലിയ സന്തോഷം. അത് പിന്നെ ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ട്, സഫിയ കെ തിരുരങ്ങാടി,
അസ്സലാമു അലൈക്കും. ഡോക്ടർ ഒരു പ്രാവശ്യം കൂടി കൊണ്ടുവരണം, ധാരാളം സംശയങ്ങൾ ചോദിക്കാനുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഡോക്ടറുടെ ഈ ഒരു സേവനത്തിനും ഈ ഒരു സഹായത്തിനും അള്ളാഹു കൃത്യമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.